മോഹിനി തളർച്ചയോടെ ത്രിലോകിനെ നോക്കി. അതേ ഇരിപ്പും ഭാവമാണെങ്കിലും ശാന്തമായ നോട്ടമായിരുന്നു അവൻ്റേത്. മോഹിനി കൂടുതൽ ഭയത്തോടെ ഉമിനീരിറക്കി. ത്രിലോക് മെല്ലെ എഴുന്നേറ്റ് മോഹിനിയുടെ അടുത്തേക്ക് ചെന്നു. മോഹിനിയുടെ കൈയും കാലും വിറച്ചു. ത്രിലോക് എല്ലാം അറിഞ്ഞു കാണുമോ? അജയ് എങ്ങനെ അറിഞ്ഞു? അറിഞ്ഞാൽ ത്രിലോക് വെറുതെ ഇരിക്കോ? മോഹിനിയുടെ ചിന്തകൾ നാനാ വഴിക്ക് പാഞ്ഞു. എന്തു പറ്റി അപ്പച്ചി? ത്രിലോക് പുറത്തെ ബഹളം കേട്ട് അങ്ങോട്ട് നോക്കി. അത് അത് പിന്നെ വിശാഖൻ. മോഹിനി ഉമിനീരിറക്കി. കത്തിപ്പോയല്ലേ? ആ, എന്ത് ചെയ്യാൻ? ത്രിലോക് പുറത്തേക്ക് നോക്കി. മോഹിനി ഞെട്ടലോടെ അവനെ നോക്കി. ആ, ചടങ്ങൊക്കെ നടത്താൻ ഇനി ആരാവോ? ത്രിലോക് ചുറ്റും നോക്കി. ത്രിലോക് മോൻ ഒന്ന് അകത്തേക്ക് വരുമോ? അപ്പച്ചിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. മോഹിനി അവൻ്റെ തോളിൽ തൊട്ടു. ത്രിലോക് മനസ്സിലാവാതെ അവരെ നോക്കി. എന്താ അപ്പച്ചി പറയാനുള്ളത്? ത്രിലോക് ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. ത്രിലോക് മോൻ ഒന്ന് വാ പ്ലീസ്, മോഹിനി കെഞ്ചി. ത്രിലോക് തലയാട്ടി മണ്ഡപത്തിന് പുറകിലുള്ള മുറിയിലേക്ക് കയറി. മോഹിനിക്കൊപ്പം ത്രിലോകും. എന്താ അപ്പച്ചിക്ക് പറയാനുള്ളത്? ത്രിലോക് കൈ രണ്ടും കെട്ടി നിന്നു. പറയാനല്ല, ചെയ്യാനാ ഉള്ളത്. മോഹിനി വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞതും ത്രിലോക് നെറ്റിചുളിച്ചു. ഞൊടിയിടയിൽ അവന് തലയ്ക്ക് പിന്നിൽ ശക്തമായി പ്രഹരമേറ്റു. ത്രിലോകിന്റെ തലയിൽ ഒരേ സമയം വേദനയും തരിപ്പും തോന്നി. കണ്ണുകളിൽ ഇരുട്ടുകയറി. കണ്ണടഞ്ഞു പോകുമ്പോൾ തലയിലൂടെ കഴുത്തിലേക്ക് രക്തം ഒഴുകിയിറങ്ങുന്നത് അവനറിഞ്ഞു. കിടന്നിട്ട് ശരിയാവാതെ വൈദു എഴുന്നേറ്റിരുന്നു. വല്ലാത്തൊരു പരവേശം. രാവിലെ വൈകിയാണ് ഉണർന്നത്. രാത്രിയിൽ അത്ര നല്ലതല്ലാത്ത സ്വപ്നങ്ങളായിരുന്നു. അതുകൊണ്ട് ഉറങ്ങാൻ വളരെ വൈകി. ഒന്ന് ഉറങ്ങി വരുമ്പോഴേക്കും വീണ്ടും അതേ സ്വപ്നങ്ങൾ. കഴിയുന്നില്ല. വൈദു എഴുന്നേറ്റതും ശാന്തി ഓടി വന്നു. എന്തു പറ്റി മോളെ? ഒന്നുമില്ലമ്മേ. ത്രിലോക് വിളിച്ചോ? ഇല്ല. നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് മോനെ പേര് വിളിക്കരുതെന്ന്? വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കാൻ അറിയില്ലേ? ശാന്തി അല്പം ദേഷ്യത്തോടെ പറഞ്ഞതും വൈദു ഒന്ന് ചിരിച്ചു. ത്രിലോക് അങ്ങനെയൊന്നും നോക്കുന്ന ആളല്ല അമ്മേ. അതൊക്കെ എൻ്റെ ഇഷ്ടത്തിന് വിട്ടു തന്നേക്ക. എനിക്ക് എന്താണോ വിളിക്കാൻ കംഫർട്ട് അത് വിളിച്ചാൽ മതിയെന്നാ പറഞ്ഞിരിക്കുന്നേ. ആ, അങ്ങനെ ഒരു കെട്ടിയനെ കിട്ടിയത് നിന്റെ ഭാഗ്യം. വൈദു അതോർത്ത് ചിരിച്ചു. ശരിയാണ്, ഇന്ന് എല്ലാവരോടും പൊരുതി നിൽക്കുന്നത് തനിക്ക് വേണ്ടിയാണ്, തൻ്റെ പ്രണയത്തിന് വേണ്ടിയാണ്. വൈദു ഫോണെടുത്ത് വിളിച്ചു നോക്കി. സ്വിച്ച് ഓഫ് ആണ്. വൈദു എഴുന്നേറ്റ് പോവാൻ നിന്നതും ശാന്തി തടഞ്ഞു. പോയി ബ്രഷ് ചെയ്ത് വല്ലതും കഴിക്കാൻ നോക്ക്. ഈ സമയത്ത് നല്ല ശുദ്ധിയായി ഇരിക്കണം. വൈദു അമ്മയെ നോക്കി നിശ്വസിച്ചിട്ട് ബാത്റൂമിൽ കയറി. വേഗം കുളിച്ചിറങ്ങി. ഇനി കഴിച്ചു കഴിഞ്ഞാലേ അമ്മ ഫോൺ എടുക്കാൻ സമ്മതിക്കൂ. അതുകൊണ്ട് തന്നെ ദോശയും സാമ്പാറും വേഗം കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് ടാബ്ലറ്റും കഴിച്ച് ഫോൺ എടുത്ത് വിളിച്ചു നോക്കി. ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. പേരറിയാത്ത എന്തോ ഒരു വേദന അവളിൽ വന്നു. ടെൻഷൻ കൂടി. ഞാൻ വിളിക്കുമെന്ന് അറിഞ്ഞൂടെ, പിന്നെന്താ ഫോൺ ഓൺ ചെയ്യാത്തത്? മുരുകനും സംഘവും വേഗം സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതുകൊണ്ട് വൈദു എഴുന്നേറ്റു. എങ്ങോട്ടാ മുരുക? മുരുകൻ മുഖത്തെ പരിഭ്രമം മറക്കാൻ ശ്രമിച്ചു. നാട്ടിലേക്ക്. എന്തുപറ്റി പെട്ടെന്ന്? സാറ് വിളിച്ചു. എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ? വൈദു പറഞ്ഞു. മറ്റേ ഫോൺ എന്തോ കംപ്ലൈൻ്റ് ആണ്, അതാണ്. എന്നാൽ ഞാനും വരട്ടെ? ഏയ് വേണ്ട. അതെന്താ? നിങ്ങളൊക്കെ ഇല്ലേ, പിന്നെന്താ? വൈദു അവരെല്ലാവരെയും നോക്കി. മോളെ, മോൻ പറയാതെ പോവണ്ട. അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇതുവരെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഇന്നലെ രാത്രി വിളിച്ചതാ. ഇപ്പോൾ സമയം 11 കഴിഞ്ഞു. വൈദു ചൂടായപ്പോൾ ശാന്തി മുരുകനെ നോക്കി. വൈദേഹി വരൂ, മുരുകൻ പറഞ്ഞു. വൈദു സന്തോഷത്തോടെ മേലേക്കൊരു ഷാളെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. 3 കാറുകളിലായി യാത്ര തിരിച്ചു. മുരുകന്റെ കാറിൽ ഫ്രണ്ട് സീറ്റിൽ മുരുകനും ബാക്ക് സീറ്റിൽ വൈദുവും മാത്രം. അവർക്ക് പിന്നിലും മുന്നിലുമായി കാറുകൾ. കാറിൽ നിന്ന് മുരുകൻ ഇടയ്ക്കിടെ ടെൻഷനോടെ ഫോണിലേക്ക് നോക്കുന്നുണ്ട്. വൈദുവിന് അത് കണ്ട് ചെറിയ ടെൻഷൻ വരാൻ തുടങ്ങി. മുരുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വൈദുവിന് ചോദിക്കാതിരിക്കാനായില്ല. എന്ത് പ്രശ്നം? സാറ് വിളിച്ചു, ഉടനെ വരാൻ പറഞ്ഞു. അർഷാദിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതാ, മുരുകൻ പറഞ്ഞു. വൈദുവിന് അതൊന്നും ഏറ്റില്ല. ടെൻഷൻ കൂടി. അങ്ങേര് എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ, ദുഷ്ടൻ. നെഞ്ചു കിടന്ന് വല്ലാതെ പിടിക്കുന്നു. ത്രിലോക് എവിടെ? എന്താ വിളിക്കാത്തേ? എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? ദൈവമേ, എൻ്റെ ചിന്തയൊക്കെ എന്താ ഇങ്ങനെ പോകുന്നേ? വൈദുവിന് അടിവയറിൽ കനത്ത വേദന അനുഭവപ്പെട്ടു. അവൾ വയറ് പൊത്തിപ്പിടിച്ച് മുരുകനെ വിളിച്ചു. കണ്ണ് തുറക്കാൻ പറ്റാത്ത വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. മെല്ലെ കണ്ണുകൾ തുറക്കുമ്പോൾ മുന്നിലെ കാഴ്ചയ്ക്ക് മങ്ങലേറ്റു. മുന്നിൽ നിൽക്കുന്നവരെയൊന്നും വ്യക്തമായി കാണുന്നില്ല. മേഡം, ബോധം വന്നിട്ടുണ്ട്. ആരോ ഒരാൾ പുറത്തേക്ക് ഓടി. ത്രിലോക് ഒന്നുകൂടി എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. കൈകാലുകൾ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. കയ്യിലെ കെട്ട് അഴിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിയുന്നില്ല. ഒരു ഇരുമ്പ് തൂണിൽ ചാരിയിരുത്തി കെട്ടിയിട്ടിരിക്കുകയാണ്. കഴുത്തിൽ വല്ലാത്ത വേദന തോന്നുന്നുണ്ട്. ത്രിലോക് കഴുത്ത് 2 സൈഡിലേക്കും വെട്ടിച്ചു നോക്കി. ആ, എഴുന്നേറ്റോ? ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ പകയ്ക്കു പകരം വേദന നിറഞ്ഞു. അപ്പച്ചി? അതെ, മോൻ്റെ ഒരേയൊരു അപ്പച്ചി. സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് പറ, എൻ്റെ മോനെവിടെ?
മോഹിനി അവനെ പുച്ഛത്തോടെ നോക്കി. അറിയില്ല, കുഴപ്പമില്ല, ഞാൻ അന്വേഷിച്ചോളാം. ബോധം വന്നിട്ട് തീർക്കാമെന്ന് കരുതിയാ കാത്തിരുന്നത്. ഇനി തീർത്തേക്ക് പിള്ളേരെ. കൂടി നിൽക്കുന്നവരെ നോക്കി പറഞ്ഞിട്ട് മോഹിനി ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു. അപ്പച്ചി, ത്രിലോക് വിളിച്ചു. മോഹിനി ഒന്ന് നിന്നിട്ട് തിരിഞ്ഞു നോക്കി. എന്താടാ? തീർക്കണേന് മുമ്പ് ഒരു കാര്യം കൂടി അറിയണമെന്നുണ്ട്. ത്രിലോക് ചുണ്ടിലെ ചോര തോളി തുടച്ചു. എന്താ? മോഹിനി ചോദിച്ചു. അപ്പച്ചിക്ക് എന്തായാലും ഒറ്റയ്ക്ക് സാധിക്കില്ല. പറ, ആരാ ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ? ത്രിലോക് ചോദിച്ചു. മോഹിനി പുച്ഛത്തോടെ ചിരിച്ചു. എനിക്ക് കാണണം അപ്പച്ചി, അവസാനമായി, ത്രിലോക് പറഞ്ഞു. കാണിക്കാം, മോഹിനി പറഞ്ഞു. ഇങ്ങ് വന്നേക്ക്. കണ്ടെന്നു കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്നത്തോടെ തീരില്ലേ? മോഹിനി പുച്ഛിച്ചു. ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുന്ന ആളെ വെളിച്ചം കാരണം ശരിക്കും കാണാൻ കഴിയാതെ ത്രിലോക് തലചരിച്ചു. ഉള്ളിലേക്ക് കയറി വന്ന ആളെ കണ്ടപ്പോൾ ത്രിലോകിന്റെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി. വെളിച്ചത്തിൽ നിന്നും ആ രൂപം ഒന്നുകൂടെ മുന്നിലേക്ക് വന്നു. അമ്മാവൻ. ത്രിലോക് ഒന്ന് ചിരിച്ചു. ആ ചിരിയിലും വേദന നിറഞ്ഞു. ശശിധരൻ ഒന്ന് മൂളി. എന്തിനായിരുന്നു? ത്രിലോക് രണ്ടാളെയും നോക്കി. പറയണേൽ കുറേയുണ്ട്. ഇപ്പോൾ അതിനൊന്നും സമയമില്ല. എൻ്റെ മോനെ കണ്ടുപിടിക്കണം, മോഹിനി പറഞ്ഞു. മോഹിനി പുറത്തേക്കിറങ്ങാൻ നിന്നതും ശശിധരൻ മോഹിനിയുടെ കയ്യിൽ പിടിച്ചു. അവനെല്ലാം അറിയട്ടെ, ശശിധരൻ പറഞ്ഞു. എല്ലാം വേണ്ട അമ്മാവ, ഒരു ചെറിയ സംശയമുണ്ടായിരുന്നു. അന്വേഷിച്ചപ്പോൾ ചിലതൊക്കെ കിട്ടി, ത്രിലോക് പറഞ്ഞു. എന്ത്? മോഹിനി അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്തിനാ കേശവമാമയെ കൊന്നത്? നിങ്ങളുടെ ഭർത്താവല്ലേ? അജിയുടെ അച്ഛനല്ലേ? ത്രിലോക് പറഞ്ഞു. ഓ, അതാണോ? മോഹിനി ഒന്ന് പുച്ഛിച്ചു. നീ പറഞ്ഞത് ഒരു കാര്യം മാത്രമേ ശരിയുള്ളൂ. എൻ്റെ ഭർത്താവ് ആണെന്നുള്ള കാര്യം. എൻ്റെ അജിയുടെ അച്ഛനല്ല, മോഹിനി പറഞ്ഞു. ത്രിലോക് തലയുയർത്തി അവരെ നോക്കി. അജിയുടെ? അജി എൻ്റെ മകനാണ്. എനിക്കും മോഹിനിയിലും ഉണ്ടായ മകൻ, ശശിധരൻ പറഞ്ഞു. ത്രിലോകിൻ്റെ മുഖം കണ്ടപ്പോൾ അവനെല്ലാം അറിയട്ടെ എന്ന് അയാൾ കരുതി. മോഹിനിയും ഞാനും തമ്മിൽ ചെറുപ്പത്തിലെ ഇഷ്ടത്തിലായിരുന്നു, ശശിധരൻ പറഞ്ഞു. ഇനി അതൊക്കെ അവനോട് വിവരിക്കാൻ നിൽക്കണോ? നമ്മുടെ മോനെ അന്വേഷിക്കണ്ടേ? മോഹിനി പറഞ്ഞു. അവനെല്ലാം അറിയട്ടെ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ തീരട്ടെ. ശശിധരൻ മുഖം കുനിച്ചു. എന്താ ശശിയേട്ടന് അനിയത്തിയുടെ മകനെ കൊല്ലാൻ മനസ്സ് വരുന്നില്ലേ? ഇവൻ ജീവനോടെ ഇരുന്നാൽ നമുക്കെല്ലാവർക്കും പ്രശ്നമാണ്. മാനവ് ഇപ്പോൾ വരും, മോഹിനി പറഞ്ഞു. മാനവ്? ത്രിലോക് ഒന്ന് ചിരിച്ചു. വെങ്കിയുടെ മകനെ നിങ്ങൾക്കെങ്ങനെ അറിയാമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ പെൺകുട്ടി മരിച്ചതിന് പിന്നിൽ നിങ്ങളാണോ? അല്ല, മാനവ് അത് നിനക്ക് വേണ്ടി കുഴിച്ച കുഴിയാണ്. ഞങ്ങളൊന്ന് കൂടെ നിന്നേയുള്ളൂ, മോഹിനി നിസ്സാരമട്ടിൽ പറഞ്ഞു. ത്രിലോക് ചിരിയോടെ തലയാട്ടി. ആ പിന്നെ, പണ്ടത്തെ കഥകൾ എഴുന്നള്ളിക്കാനാണെങ്കിൽ കുറേയുണ്ട്. വിശാഖൻ എല്ലാം പറഞ്ഞു കാണുമല്ലോ. കേശവനെ തീർത്തത് മുതൽ നിന്റെ ഭാര്യയെ തീർത്തത് വരെ. നിന്റെ മുത്തച്ഛനോട് ഞാൻ 100 വട്ടം പറഞ്ഞതാണ് കേശവനെ വേണ്ടെന്ന്. കേട്ടില്ല. അയാളെ പിടിച്ചു കെട്ടിച്ചു. ഒന്നുകൊണ്ടും എനിക്ക് സഹകരിക്കാൻ കഴിഞ്ഞില്ല. വഴക്കിട്ടു ഞാൻ തറവാട്ടിലേക്ക് വന്നു. അന്ന് നിന്റെ അച്ഛനും അമ്മയും നല്ല സ്നേഹത്തിലായിരുന്നു. അതിനിടയ്ക്കാണ് നിന്റെ മുത്തച്ഛൻ എന്നെ ഒന്ന് വെല്ലുവിളിച്ചത്, ഈ സ്വത്തൊക്കെ നിന്റെ പേരിലാക്കുമെന്ന്. എനിക്കൊരു മകനോ മകളോ ഉണ്ടായാൽ മാത്രമേ സ്വത്ത് എനിക്ക് തരികയുള്ളൂ എന്ന്. അച്ഛനും ഏട്ടനും രേഷ്മയും നിന്നെ ഡോക്ടറെ കാണിക്കാൻ പോയ സമയത്ത് ശശിയേട്ടൻ എന്നെ കാണാൻ വന്നു. പണ്ടത്തെ സ്നേഹമല്ലേ? എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സ് കൈവിട്ടു. കേശവേട്ടൻ അതും കണ്ടാ വന്നത്. ആരും അറിയാതെ ആ നിമിഷം തന്നെ തീർത്തു. തറവാട്ടിലെ കുളത്തിൽ ഇപ്പോഴും കാണും അയാളുടെ എല്ലിൻ കഷ്ണങ്ങൾ, മോഹിനി കിതച്ചു. വേണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ പറ്റിപ്പോയി. ആർക്കും ഞങ്ങളുടെ മേലെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാ ജയയെ ഞാൻ വിവാഹം കഴിച്ചത്. നിശ ജനിക്കാൻ വേണ്ടി മാത്രമേ ജയയെ ഞാൻ സ്പർശിച്ചിട്ടുള്ളൂ, അല്ലാതെ. ശശി മുഖം താഴ്ത്തി. അതുകൊണ്ട് തന്നെയാവും ഇവനെ അവള് കയറി. മോഹിനി പാതി നിർത്തിയതും ത്രിലോക് കണ്ണുകൾ ഇറുക്കി അടച്ച് മുഖം തിരിച്ചു. എൻ്റെ അച്ഛനെ? ത്രിലോക് ചോദിച്ചു. നിന്റെ അച്ഛനെയല്ല, ആദ്യം നിന്റെ അമ്മയും ഞാനും ജയയും കൂടെ പറഞ്ഞു തിരിച്ച ഡ്രൈവറുടെ ഒപ്പം വിട്ടത്. നിന്റെ അച്ഛൻ മുത്തച്ഛൻ എന്തു പറഞ്ഞാലും അതനുസരിക്കുന്ന ആളായിരുന്നു, ഒരു പഴഞ്ചൻ. അവള് പോയതിൽ പിന്നെ നിന്റെ അച്ഛനെ കുടിപ്പിച്ചു തുടങ്ങിയതും ഞാൻ തന്നെയാ. ഒടുവിൽ ഏട്ടനും ഒരു ദിവസം ഞങ്ങളുടെ ബന്ധം കണ്ടു. അതുകൊണ്ടാ ഏട്ടനെ. അന്ന് ഞങ്ങളെ ഹോസ്പിറ്റൽ സഹായിച്ചത് വിശാഖനാണ്. വെറുമൊരു മോർച്ചറി സെക്യൂരിറ്റിയായ അയാൾ ഇന്ന് ഹോസ്പിറ്റലിൽ സൂപ്രണ്ടായതും അതുകൊണ്ടാ. നിന്റെ അച്ഛനിലും തീർന്നില്ല നിന്റെ കുഞ്ഞ്. ഓ സോറി, നിന്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയിരുന്നു. എന്നോടാ അവൾ ഓടി വന്ന് പറഞ്ഞത്. വെറുതെ ഇരിക്കുമോ ഞാൻ? ചെക്കപ്പിനാണെന്ന് പറഞ്ഞ് അവളുടെ കുഞ്ഞിനെ തന്നെ ഞാൻ ഇല്ലാതാക്കി. പിന്നെയും അവളുടെ ശല്യം കൂടി. എല്ലാ സത്യവും മനസ്സിലാക്കുമെന്ന് ആയപ്പോഴാ വിശാഖനെ കൊണ്ട് അവളെ തീർത്തത്. സിമിയും കൂടെ നിന്നിരുന്നു. അവൾക്കുള്ള കുരുക്കിട്ടിട്ടാ ഞാനും സിമിയും മെല്ലെ ഇങ്ങ് പോന്നു. വിശാഖന പിന്നെ അവളെ തീർത്തത്, മോഹിനി പറഞ്ഞു. ത്രിലോക് കെട്ടിയിട്ട് ചോര വരുന്ന വിരലുകളെ കൂട്ടിപ്പിടിച്ചു. അവൻ്റെ നെറ്റിയിലെ ഞരമ്പുകൾ നീലിച്ചു. ആ, അതിന് ഇനി തെളിഞ്ഞാലും വിശാഖിൻ്റെ തലയിലാവും. അല്ലെങ്കിൽ വിമല ഏറ്റോളും.
പോവാൻ ശശിയേട്ടാ. മോഹിനി തിരിഞ്ഞു. ശശി ഒന്ന് മൂളിയിട്ട് തിരിഞ്ഞു. ഡാ പിള്ളേരെ, ആ ചെക്കൻ വരുന്നതിന് മുമ്പ് തീർത്തോണം, മോഹിനി പറഞ്ഞു. ശരി മാഡം. മോഹിനി ശശിയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മാനവിൻ്റെ കാർ അങ്ങോട്ടെത്തി. തീർത്തോ? മാനവ് ഇറങ്ങിയതും ചോദിച്ചത് അതാണ്. ആ, ഇപ്പോൾ പോയ അവസാന ശ്വാസമെങ്കിലും കാണാം, മോഹിനി പറഞ്ഞു. എന്നാ വാ, ഒരുമിച്ച് നോക്കിയിട്ട് വരാം, മാനവ് പറഞ്ഞു. മാനവിൻ്റെ നിർബന്ധം കണ്ടപ്പോൾ എതിർക്കാതെ മോഹിനി ശശിയും അവൻ്റെ പുറകെ നടന്നു. നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നു, നേഴ്സ് പറഞ്ഞതും മുരുകൻ വേഗം എഴുന്നേറ്റു ഡോക്ടറുടെ മുറിയിലേക്ക് ചെന്നു. ഇരിക്കൂ, ഡോക്ടർ പറഞ്ഞു. പ്രഗ്നൻ്റായ പെൺകുട്ടി ഇങ്ങനെ ടെൻഷനാവാൻ പാടില്ല. ഇനി ഇങ്ങനെ BP കൂടിയാൽ ഇതുപോലെ രക്ഷപ്പെട്ടെന്ന് വരില്ല, ഡോക്ടർ കടുത്ത ഭാഷയോടെ പറഞ്ഞതും മുരുകൻ തലയാട്ടി. ഡോക്ടർ പറഞ്ഞ മരുന്നൊക്കെ വാങ്ങി വരുമ്പോൾ റൂമിന് പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു വൈദു. കൂടെ വന്നവന്മാരെ 2 കാറുകളിലായി പോയി. ഇനി വൈദേഹി കൂട്ടി 4 പേരേ ഉള്ളൂ. വൈദേഹി എന്നെ കൊലയ്ക്ക് കൊടുക്കുമോ, മുരുകൻ ചോദിച്ചു. എന്താ മുരുക, വൈദേഹി ചോദിച്ചു. ദയവ് ചെയ്ത് ഇങ്ങനെ ടെൻഷൻ ആവരുത്, സാററിഞ്ഞാൽ പിന്നെ തീർന്നു. മുരുകൻ കാറിലേക്ക് കയറി. വൈദുവും വെള്ളവും മരുന്നും അവൾക്ക് നേരെ നീട്ടിയപ്പോൾ വൈദു കുറ്റബോധത്തോടെ മുഖം കുനിച്ചു. പേടി തോന്നുന്നു മുരുക, ത്രിലോകിന് എന്തെങ്കിലും വല്ലാത്തൊരു ടെൻഷൻ. മുരുകൻ ഉറക്കെ ചിരിച്ചു. അവിടെ ത്രിലോക് സാർ ആയിട്ടല്ല പോയേക്കുന്നത്, ടീച്ചർ ആയിട്ടാണ്. എതിരെ നിൽക്കുന്നവരുടെ അവസ്ഥയാണ് പരിതാപകരം, മുരുകൻ പറഞ്ഞതും ഡ്രൈവറും അത് ശരിവെച്ച് ചിരിച്ചു. മാനവിൻ്റെ നിർബന്ധപ്രകാരം ഉള്ളിലേക്ക് ചെന്ന മോഹിനി ശശിയും മാനവും അവിടുത്തെ കാഴ്ച കണ്ട് ഞെട്ടി.